ആദ്യത്തെ 2 ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KSRTC ബസ്സിൽ ഇനി നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ഒരാളും നിങ്ങളോട് പണം ചോദിക്കില്ല. 2 കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവര് പഠിക്കട്ടെ, അവര് പഠിച്ചു മിടുക്കികളായി ഈ കേരളത്തിന്റെ അഭിമാനങ്ങളായി അവര് മാറട്ടെ. ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാന കേരളമാണ്. UDFന്റെ വാഗ്ദാനം രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ ഇൻഷുറൻസ് പദ്ധതി ഈ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാർ അവർ വിദേശത്തേക്ക് പോകേണ്ടവരല്ല. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കും. പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം 5 ലക്ഷം രൂപ പലിശരഹിതമായി വായ്പയായി കൊടുക്കും. അവർ വളരട്ടെ, കേരളത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. 5ാമത് പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാകും. ഒരുപാട് പരിപാടികൾ പ്രായമായവർക്ക് വേണ്ടി ഉണ്ടാകും. ഈ കേരളത്തിന്റെ മാറ്റം, അതാണ് UDFന്റെ വാക്ക്. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. ഇതിന് അറിഞ്ഞോ എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? കേട്ടായിരുന്നോ അത്? അതാണ് തൃശ്ശൂർക്ക് എത്ര പൈസ സാധാരണ കൊടുക്കേണ്ടത്? 365 പേർക്ക്. അപ്പോഴേ എല്ലാരോടും ഞാനും വേണുഗോപാൽ സാർ ഇപ്പൊ ബസ്സിൽ കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. UDF